ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികളും ആ പൂക്കളിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വളത്തെക്കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നു, ആ പൂക്കളെല്ലാം കായ്കളായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വളക്കൂട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അത് സ്പ്രേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലെ താരങ്ങള് കല്ലുപ്പും കടലപ്പിണ്ണാക്കുമാണ് മെയിൻ താരം ഇതില്. ഇപ്പൊ ഈ കല്ലുപ്പും കടലപ്പിണ്ണാക്കും ഉപയോഗിച്ച് നമ്മള് നിറയെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കാനും ആ പൂക്കളിൽ കായ്കളാകാനും ആ കായ്കൾ പാകമായാൽ പൊട്ടിച്ചു വെച്ച് കൂടുതൽ ദീർഘനാള് നമുക്ക് സൂക്ഷിക്കാനും ഉപകാരപ്പെടുന്ന ഒരു വളക്കൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മിസ്സാക്കരുത്, എല്ലാവരും കാണണം. ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കല്ലുപ്പും കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വളക്കൂട്ട്. അപ്പൊ അതിന്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പൊ വീഡിയോ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളെ കുറിച്ചും ഞാൻ പറയാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം, എഴുതിയെടുത്ത് വെക്കുക, അതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ തുടങ്ങാണ്. ഞാനിതാ കടലപ്പിണ്ണാക്ക് നന്നായി പൊടിച്ചിട്ടുണ്ട്, നല്ല നൈസാക്കി പൊടിച്ചിട്ടുള്ളതാണ്. ഇത് കട്ടകളായിട്ട് കിടക്കരുത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കാനായിട്ടാണ് അങ്ങനെ നൈസാക്കി പൊടിച്ചിട്ടുള്ളത്. 2-3 പ്രാവശ്യം പൊടിച്ചിട്ടുണ്ട്. അതിങ്ങനെ നമ്മുടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കടലപ്പിണ്ണാക്കിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. എല്ലാ കർഷകരും കൃഷിയിടത്തിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും ഗോമൂത്രമൊക്കെ പുളിപ്പിച്ച് 3 ദിവസമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറ്. അപ്പൊ അത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കടലപ്പിണ്ണാക്ക്. ആ കടലപ്പിണ്ണാക്കാണ് ഞാനിപ്പോൾ 1 കിലോ എടുത്ത് നല്ല നൈസാക്കി പൊടിച്ചിട്ടുള്ളത് ഈ ബൗളിനകത്തേക്ക് ഇടുന്നത്. ബൗളിലല്ല, നിങ്ങൾ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലോ കലത്തിലോ എന്തിലാണോ നിങ്ങളിത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ഇത് ഇത്രയും നൈസാക്കി പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിൽ കടലപ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതാണ് കഞ്ഞിവെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുള്ള കാരണം കൊണ്ട് കഞ്ഞിവെള്ളം കുറച്ചേ ഉള്ളൂ. ശരിക്കും ഇതിനകത്തേക്ക് 5 ലിറ്റർ 5-6 ലിറ്റർ എങ്കിലും കഞ്ഞിവെള്ളം വേണം. ഇതിപ്പോ ഞങ്ങൾ 2-3 പേരായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഏകദേശം 2 ലിറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. 1 ലിറ്റർ ഞാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതാ അതിലേക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളം അതാ ഞാൻ ഒഴിച്ചു. ഇനി നോക്കട്ടെ എത്ര ഉണ്ടാവുമെന്ന്. 2 ലിറ്റർ തികച്ചില്ല. എന്നാലും അതിലോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നാളെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നാളെ ഇതിൽ ഒരു 8 മണിക്കൂറെങ്കിലും പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം കേട്ടോ ഒഴിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നാളെ ഒഴിക്കാം, നമുക്ക് ഒരു 6 ലിറ്റർ കഞ്ഞിവെള്ളം ആക്കാം. ഇത് ഉപ്പ്, കല്ലുപ്പിന്റെ ഗുണങ്ങളാണ് ഇനി പറയുന്നത്. നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ, കല്ലുപ്പ് കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. 1 കിലോ കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ വിളവ് ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് കല്ലുപ്പ്. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തും. അപ്പോൾ കല്ലുപ്പ് മണ്ണിന്റെ അടുക്കങ്ങനെ കുറയ്ക്കുകയും ചെയ്യും. കല്ലുപ്പ് ഇതുപോലെ ഇതിലിട്ട് നന്നായി ഇളക്കുക. ഈ മണ്ണിന്റെ അടുക്കം കുറയ്ക്കുന്നതോടൊപ്പം ആ മണ്ണിന്റെ വായു സഞ്ചാരം, എയറേഷൻ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് കല്ലുപ്പിന്. അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഖനിജങ്ങൾ ഒക്കെ നൽകും. പിന്നെ എന്താ, ചെടികളുടെ പുഷ്പവൃദ്ധിയും അതുപോലെ ഉൽപാദനവും കൂട്ടും. ഇങ്ങനെ ഇതിലിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇതിപ്പോ 2 ലിറ്റർ കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ഇളക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. നല്ലപോലെ ഇളക്കണം. അതുപോലെ തന്നെ കാൽസ്യം, സൾഫർ ഇതൊക്കെ ചെടികളുടെ വേര് ശക്തിപ്പെടുത്താനും പ്രോട്ടീൻ ഉൽപാദനം കൂട്ടാനും ഹോർമോൺ ബാലൻസ് വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു വളക്കൂട്ട് തന്നെയാണിത്. നല്ലപോലെ ഇളക്കണം. ഇതിപ്പോൾ ഇത്തിരി ടൈറ്റായ കാരണം കൊണ്ടാണ് ഞാൻ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്.
പുഷ്പങ്ങളും പഴങ്ങളും ഉള്ള ചെടികൾക്ക് ഒരു മികച്ച വളം തന്നെയാണ് ഇപ്പൊ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇളക്കി കഴിഞ്ഞു. ഇനി ഞാനത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചു. ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. 10 അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും മാക്സിമം വെക്കണം. ഡെയിലി നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. അപ്പൊ അതാ 10 ദിവസമായി. 10 ദിവസം കഴിഞ്ഞു. 15 ദിവസം വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 10 ദിവസം ആയതുകൊണ്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളം അതുപോലെ കല്ലുപ്പും നമ്മൾ 10 ദിവസം എടുത്തു വെച്ചു. ഡെയിലി 2 നേരം ഞാൻ ഇളക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും നല്ലൊരു വേറൊരു കളർ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇത് അരിച്ചെടുത്തതാണ് ഞാൻ. നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കുക. നല്ല പോലെ ലിക്വിഡായി കിട്ടണമെങ്കിൽ കഞ്ഞിവെള്ളം ഇത്തിരി കൂടുതൽ ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത്തിരി കഞ്ഞിവെള്ളം കൂടുതൽ ചേർക്കാം. എന്നിട്ട് അരിച്ചെടുത്ത ഈ മിശ്രിതം 3/4 കുപ്പിയോളം ആക്കിയിട്ട് കുപ്പികളിൽ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എടുക്കുമ്പോൾ 1 ഗ്ലാസ് എടുക്കാം. ഇതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്തിട്ട് 5 ഗ്ലാസ് വെള്ളം ഇതിൽ ഡയലൂട്ട് ചെയ്യണം. 1 ഗ്ലാസ് എടുത്താൽ 5 ഗ്ലാസ് വെള്ളം ഡയലൂട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ അരിച്ചെടുക്കുക. സ്പ്രേയിലൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കുക. എന്നിട്ട് അത് എല്ലാ ചെടികളുടെയും ഇലകളിൽ പൂക്കളായുള്ള എല്ലാ ചെടികളുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ലിറ്റർ എടുക്കണമെങ്കിൽ 5 ലിറ്റർ വെള്ളം ചേർക്കുക. 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതുപോലത്തെ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. കുഞ്ഞു ചെടികളാണെച്ചെങ്കിലും അതിനനുസരിച്ച് നമ്മൾ നോക്കി ചെയ്യണം. അപ്പൊ ചെറിയ ചെടികൾക്കൊക്കെ ആണെച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഡയലൂട്ട് ചെയ്യാം. വലിയ ചെടികൾക്കാണെച്ചെങ്കിൽ ഈ 5 ഗ്ലാസ് വെള്ളം ചെയ്യാം. അല്ലെങ്കിൽ ഒരു 4 ഗ്ലാസ് ആക്കാൻ പറ്റും. വലിയ ഫ്രൂട്ട് പ്ലാന്റുകൾ അങ്ങനത്തെ ഒക്കെ ആണെച്ചെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. പിണ്ണാക്ക് കല്ലുപ്പ് കഞ്ഞിവെള്ളം മിശ്രിതം അരിച്ചെടുത്തതിന് ശേഷം അതിൽ കുറുകിയിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് നമ്മൾ നല്ല ലിക്വിഡായിട്ട് മാറ്റിയതിന് ശേഷം ഇരിക്കുന്ന ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് അതങ്ങനെ അടച്ചു വെക്കാം. കുറച്ചും കൂടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് എടുത്തു വെക്കാം. എന്നിട്ട് അത് തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക, നല്ലപോലെ വെള്ളം ഡയലൂട്ട് ചെയ്യുക. എന്നിട്ട് ചെടികളുടെ കടഭാഗം വിട്ട് കുറച്ച് അകലത്തിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം വെള്ളം ഡയലൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ കൂടുതൽ വളം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഡയലൂട്ട് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഓരോ ചെടികളുടെയും കട വിട്ട് കുറച്ചകലത്തിലായിട്ട് ഇത് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അത് നല്ല വളക്കൂറുണ്ടായിരിക്കും. അപ്പൊ ഓക്കെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചെടികള് നന്നായി ഫ്രൂട്ടുകൾ അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതുപോലെ ഫ്രൂട്ട് പൊട്ടിച്ചെടുത്ത് കുറച്ച് നാൾ വീട്ടിനകത്ത് ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിച്ചു വെക്കാനുമുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ നമ്മളെല്ലാവരും പഠിച്ചത് അല്ലേ. അപ്പൊ ഇതെല്ലാവരും നിങ്ങളുടെ കൃഷിയിടത്തില് ചെയ്യണം. 100% ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. ഇനി ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.